അമൃത, കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, ഒരു അധ്യാപകൻ എങ്ങനെയാകരുത് എന്നതിന് ഉത്തമ ഉദാഹരണം അല്ലെ? അതെ, അഞ്ചരക്കണ്ടിയിലേക്ക് തന്നെയാണ് പോകുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വകുപ്പ് മേധാവി ഡോക്ടർ എം കെ റാമിനെതിരെ നടപടിക്ക് മാനേജ്മെന്റ്. വിദ്യാർത്ഥികളുടെ പരാതിയിൽ അധ്യാപകനെ ഉടൻ പുറത്താക്കിയേക്കും. അതേസമയം അധ്യാപകരുടെ വിചാരണയും ലോൺ ആപ്പിന്റെ ഭീഷണിയുമാണ് നിതിൻ രാജിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ലോൺ ആപ്പിൽ നിന്ന് ഭീഷണി സന്ദേശം ലഭിച്ച അധ്യാപിക പരാതി നൽകാൻ ഒരുങ്ങിയത് നിതിനെ മാനസികമായി തളർത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു. എന്നാൽ മരണത്തിന് പിന്നിൽ ലോൺ ആപ്പ് സമ്മർദ്ദം എന്ന പോലീസ് വാദം കുടുംബം തള്ളുകയാണ്. നമുക്ക് ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്ന് തീർപ്പാക്കാൻ കഴിവുള്ള ഒരാൾ വന്ന് നമ്മളോട് സംസാരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു അവർ വരുന്നത് വരെ ഞങ്ങൾ ഈ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കും. ഡോക്ടർ എം കെ റാമിനെ പുറത്താക്കാതെ ക്ലാസ് ബഹിഷ്കരണ സമരം അവസാനിപ്പിക്കില്ലെന്ന് സീനിയർ വിദ്യാർത്ഥികൾ നിലപാടെടുത്തതോടെയാണ് മാനേജ്മെന്റ് വഴങ്ങിയത്. എം കെ റാമിനെ പുറത്താക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ വിദ്യാർത്ഥികൾ മാനേജ്മെന്റിന് എഴുതി നൽകിയിരുന്നു. അതേസമയം നിതിനെ മരണത്തിലേക്ക് നയിച്ചതിൽ ലോൺ ആപ്പിന്റെ ഭീഷണിയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഏപ്രിൽ 9 മാത്രം നിതിന്റെ ഫോണിലേക്ക് ഇൻസ്റ്റാപേ എന്ന ലോൺ ആപ്പിൽ നിന്ന് 98 സന്ദേശങ്ങളാണ് എത്തിയത്. വാട്സാപ്പ് സന്ദേശങ്ങളും ഫോൺ കോളുകളും ഉൾപ്പെടെയാണിത്. അധ്യാപിക ലതയുടെ ഫോണിലേക്കും ലോൺ ആപ്പുകാർ നിരന്തരം ഭീഷണി സന്ദേശങ്ങൾ അയച്ചിരുന്നു. ഫെബ്രുവരിയിൽ എടുത്ത 14,000 രൂപയുടെ വായ്പയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ഭീഷണി. തന്റെ പേരിൽ അധ്യാപികയ്ക്ക് അപമാനം നേരിട്ടത് നിതിനെ കടുത്ത മാനസിക വിഷമത്തിലാക്കി. അധ്യാപിക ഈ വിവരം പ്രിൻസിപ്പലിന് പരാതിയായി നൽകിയതിനെ തുടർന്നാണ് നിതിനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. പ്രിൻസിപ്പലിന്റെ ഓഫീസിലെ ചോദ്യം ചെയ്യൽ നിതിനെ കൂടുതൽ തളർത്തിയെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അധ്യാപിക പരാതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് നിതിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കി. ഇതാകാം ആത്മഹത്യയിലേക്ക് നയിച്ച പെട്ടെന്നുള്ള കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. ഓഫീസിൽ നിന്ന് നിതിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങളും ഇതിനെ ശരിവെക്കുന്ന സാക്ഷിമൊഴികളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. തന്റെ സഹോദരന്റെ മരണം വെറുമൊരു ലോൺ കുടിശ്ശികയുടെ പേരിൽ ഒതുക്കി തീർക്കാൻ അനുവദിക്കില്ലെന്ന് സഹോദരി നികിത രാജ് പറഞ്ഞു. ആപ്പ് ലോണിന്റെ പേര് പറഞ്ഞിട്ട് അവൻ അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാര്യം അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അവൻ. ആ കരഞ്ഞോണ്ട് ഇറങ്ങി പോകുന്ന CCTV ദൃശ്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അവിടെ എന്തോ നടന്നിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും ആപ്പ് ലോണിന്റെ പേര് പറഞ്ഞിട്ടല്ല കൊച്ചു സൂയിസൈഡ് ചെയ്തത്. അന്ന് ആ റാമിന്റെ കാര്യം പോലെ എന്നെ അപ്പോഴും വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു ഓഫീസിലൊരു കാര്യമുണ്ട്, എല്ലാരും കൂടി ചേർന്ന് അവനെ കൊന്നതാണ്. കേസെടുത്തതിനു പിന്നാലെ ഒളിവിൽ പോയ അധ്യാപകരെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കില്ലെന്നാണ് വിവരം. ഇവർക്കെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിനു ശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. 24 കണ്ണൂർ. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം അത്യന്തം വേദനയുണ്ടാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ആരായാലും മാപ്പർഹിക്കാത്ത കുറ്റമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡോക്ടർ എം കെ റാമിന്റെ ക്ലിനിക്ക് ഡിവൈഎഫ്ഐ പൂട്ടിച്ചു. നിതിൻ രാജിന്റെ കുടുംബത്തിന് CPIM വീട് വെച്ച് നൽകും. പ്രതിഷേധിക്കുന്നവരെ നിരീക്ഷിക്കാൻ മാനേജ്മെന്റ് അധികൃതർ ആളെ വെച്ചു എന്ന വെളിപ്പെടുത്തലുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. നിതിൻ രാജിന്റെ മരണത്തിനു പിന്നാലെ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. പുരോഗമന കേരളത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത വാർത്തകളാണ് പുറത്തുവരുന്നത്. വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ആരായാലും മാപ്പർഹിക്കാത്ത കുറ്റമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിതിൻ രാജിന്റെ കുടുംബത്തിന് CPIM വീട് വെച്ച് നൽകും. ഈ മാസം 19-ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വീടിന് തറക്കല്ലിടും. ഇതിന്റെ മരണത്തെ തുടർന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ആ കുടുംബത്തിനെ ചേർത്തു പിടിക്കുന്നതിന്റെ ഭാഗമായി അവർക്ക് CPIM വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 19-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ വീടിന് തറക്കല്ലിടും. ആരോപണ വിധേയനായ അധ്യാപകനെ അറസ്റ്റ് ചെയ്യുന്നത് വൈകരുതെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ഇതിനിടെ അധ്യാപകൻ ഡോക്ടർ എം കെ റാമിന്റെ കണ്ണൂർ ചിറക്കുനിയിലെ ക്ലിനിക് DYFI പ്രവർത്തകർ പൂട്ടിച്ചു. ക്ലിനിക്ക് താഴിട്ട് പൂട്ടിയ ശേഷം അംബേദ്കറിന്റെ ചിത്രവും സ്ഥാപിച്ചു. അതേസമയം സമരം നിരീക്ഷിക്കാൻ മാനേജ്മെന്റ് ആളെ വെച്ചെന്ന ഗുരുതര വെളിപ്പെടുത്തൽ ഇന്ന് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇവിടുന്ന് ഒരാളെ വെച്ചിട്ടുണ്ടായിരുന്നു. ഏതൊരു മാം പറഞ്ഞിട്ട് ആള് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ ഒരാളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരാളുടെ ഫോട്ടോ നമ്മൾ സംസാരിച്ചതിന്റെ പേരിൽ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ ആവശ്യപ്പെട്ടു. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് OBC മോർച്ച കൊല്ലത്ത് പ്രതിഷേധ മാർച്ച് നടത്തി. 24 തിരുവനന്തപുരം കണ്ണൂർ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.